ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഔഷധിയിലും കേരള വാട്ടർ അതോറിറ്റിക്ക് കീഴിലും എക്സൈസ് വകുപ്പിന് കീഴിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 7ാം ക്ലാസ്സാണ്. വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഔഷധിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഔഷധി കുട്ടനെല്ലൂർ ഫാക്ടറിയിൽ ബോയിലർ ഓപ്പറേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക വ്യവസ്ഥയിൽ 1 വർഷത്തേക്കുള്ള നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യത വരുന്നത് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബോയിലർ കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് ആണ്. 2 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. പ്രായപരിധി വരുന്നത് 20 മുതൽ 41 വയസ്സ് വരെയാണ്. പ്രതിമാസം വേതനം 19,750 രൂപയാണ് ലഭിക്കുക. അർഹരായ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഗൂഗിൾ ഫോം വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഔഷധിയുടെ തൃശ്ശൂർ കുട്ടനെല്ലൂർ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം തപാൽ മാർഗവും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 19/8/2026 വരെയാണ്. അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായും രേഖപ്പെടുത്തണം. അപേക്ഷ അയക്കേണ്ട വിലാസം ഔഷധി ദ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ IM കേരള ലിമിറ്റഡ്, കുട്ടനെല്ലൂർ, തൃശ്ശൂർ. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ സർക്കാർ നിയമ കലാലയത്തിലേക്ക് ലൈബ്രറി അസിസ്റ്റന്റ് തസ്തികയിലൂടെ ഒഴിവിലേക്ക് ദിവസം വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. പ്രവർത്തന സമയം ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 7 മണി വരെയാണ്. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റും ആധാർ കാർഡും സഹിതം ആഗസ്റ്റ് 13 രാവിലെ 10:30 നടത്തുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാൻ കോളേജ് പ്രിൻസിപ്പൽ മുമ്പാകെ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോഴിക്കോട് എലത്തൂർ ITL ദിവസവേതന കരാർ അടിസ്ഥാനത്തിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ വെൽഡർ നിയമനത്തിനുള്ള അഭിമുഖം ഓഗസ്റ്റ് 13 ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. യോഗ്യത മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ സംസ്ഥാന സർക്കാർ അംഗീകാരമുള്ള 3 വർഷത്തെ ഡിപ്ലോമയാണ്. താല്പര്യമുള്ളവർ ബയോഡേറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പ് സഹിതം ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റി ഫോർ അസിസ്റ്റന്റ് ടു ഫിഷർ വിമൺ തൃശ്ശൂർ നോഡൽ ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനത്തിനായി വാക്കിന് ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ഓഫീസ് അസിസ്റ്റന്റ്, ഫെസിലിറ്റേറ്റർ എന്നീ തസ്തികകളിൽ ഓരോ ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ്, മലയാളം ടൈപ്പിംഗ് പരിജ്ഞാനവുമാണ് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള യോഗ്യത. ബിരുദവും കമ്പ്യൂട്ടറിൽ പ്രായോഗിക പരിജ്ഞാനവുമാണ് ഫെസിലിറ്റേറ്റർ തസ്തികയ്ക്ക് വേണ്ടത്. ഇരു തസ്തികകൾക്കും 35 വയസ്സ് കവിയരുത്. ഫിഷറീസ് വകുപ്പിൽ ജോലി ചെയ്ത മുൻപരിചയമുള്ളവർക്ക് വയസ്സിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. 12,000 രൂപയാണ് പ്രതിമാസ ശമ്പളം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റ, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസലും പകർപ്പും സഹിതം 2026 ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച രാവിലെ 10:30 അഴീക്കോട് റീജിയണൽ ഷ്രിംപ് ഹാച്ചറിയിൽ നടക്കുന്ന ഇന്റർവ്യൂവിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എക്സൈസ് വകുപ്പിന്റെ കീഴിൽ ചാലക്കുടി താലൂക്ക് സർക്കാർ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി മിഷൻ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് നഴ്സിംഗ് ഓഫീസർ തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നുണ്ട്. ഓഗസ്റ്റ് 14 രാവിലെ 11 മണിക്ക് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ഓഫീസിലാണ് വാക്കിൻ ഇൻ്റർവ്യൂ. GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യതയും കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് പങ്കെടുക്കാം. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഉയർന്ന പ്രായപരിധി 40 വയസ്സാണ്. പ്രതിമാസ വേതനം 32,550 രൂപയാണ് ലഭിക്കുന്നത്. നിയമന കാലാവധി ഓരോ വർഷവും പുതുക്കി പരമാവധി 3 വർഷമായിരിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം നിർദ്ദിഷ്ട തീയതിയിലും സമയത്തും അഭിമുഖത്തിന് ഹാജരാകണം. അടുത്തത് പാലക്കാട് ജില്ലയിൽ ജലനിധി മലപ്പുറം മേഖലാ ഓഫീസിന് കീഴിൽ പ്രോജക്ട് കമ്മീഷണർ ഒഴിവിലേക്ക് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ആഗസ്റ്റ് 13 രാവിലെ 11 മണിക്ക് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. കുടിവെള്ള മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവരായിരിക്കണം. അട്ടപ്പാടി മേഖലയിലും പരിസര പ്രദേശങ്ങളിലും സ്ഥിര താമസക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും അസൽ പകർപ്പ്, ബയോഡേറ്റ എന്നിവ സഹിതം മണ്ണാർക്കാട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപമുള്ള കേരള വാട്ടർ അതോറിറ്റി ഓഫീസിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.
അടുത്തത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന് കീഴിൽ തച്ചിങ്ങനടുത്ത് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ബോയ്സ് പ്രീ മെട്രിക് ഹോസ്റ്റലിൽ കുക്ക്, രാത്രികാല വാച്ച്മാൻ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനത്തിനായി അഭിമുഖം നടത്തുന്നുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓഗസ്റ്റ് 13 രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.